ടിയാന്റെ യൂട്യൂബ് ചാനൽ പത്രികയിലൂടെ ബലാത്സംഗം ഇഷ്ടപ്പെടുന്ന സ്ത്രീകൾ ഉൾപ്പെടുന്ന ടീമാണ് എന്നും പിള്ളേരെ തല്ലിക്കൂടെ 6 സ്റ്റുഡൻസ് എക്സ്ക്ലൂഡഡ് ഫ്രം BNS എന്നും ഡൽഹിയിൽ ഞെരിപ്പായ കാര്യങ്ങൾ എന്നിങ്ങനെയുമുള്ള വീഡിയോകൾ. സത്യം പറഞ്ഞ പ്രിയ പ്രേക്ഷകരെ, ഞാൻ ആദ്യമായിട്ടാണ് ഈ വാക്കുകൾ ഉപയോഗിക്കുന്നത്. ഇതിപ്പോ സർക്കാർ രേഖയിൽ FIRൽ എഴുതി വെച്ചിരിക്കുന്നതാണ്. സർക്കാർ രേഖയിൽ എങ്ങനെ എഴുതും എന്നൊരു സിനിമയിൽ ചോദിച്ചതുകൂടി ഓർമ്മ വരികയാണ്. ഈ നിലയ്ക്കുള്ള അഭിപ്രായ പ്രകടനങ്ങൾ നടത്തിയ മഹാനാണ് അതാ ഇപ്പോൾ പോലീസ് വീട്ടിൽ വന്ന് നിൽക്കുന്നത് എന്നുള്ളതാണ്. പോലീസ് റെയ്ഡ് നടക്കുകയാണ്. ഇതിനുശേഷം അറസ്റ്റ് ഉണ്ടാകുമെന്നടക്കമുള്ള കാര്യങ്ങളാണ് നമുക്ക് അറിയേണ്ടത്. നമ്മളോടൊപ്പം റോഷിപാൽ കൂടി വിവരങ്ങളുമായി ചേരുകയാണ്. റോഷിപാൽ, അറസ്റ്റ് ഉണ്ടാകും, കസ്റ്റഡിയിലെടുക്കും എന്നത് തന്നെയാണ് നമുക്ക് ഈ ഘട്ടത്തിൽ വിചാരിക്കാവുന്നത്, അല്ലേ? മാധു, അങ്ങനെ തന്നെയാണ്. കാരണം യൂട്യൂബർ കൂടിയായ TG മോഹൻദാസ് ഏറ്റവും മോശമായ ഭാഷയിലാണ് ദില്ലിയിൽ സമരം നടത്തിയ പെൺകുട്ടികളടക്കം അധിക്ഷേപിച്ചത്. മാത്രവുമല്ല, ഒരു കലാപത്തിന് വഴിയൊരുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇത്തരമൊരു നീക്കം TG മോഹൻദാസിന്റെ ഭാഗത്തുണ്ടായത് എന്ന വിലയിരുത്തലാണ് പോലീസ്. അതുകൊണ്ടാണ് ദിവസങ്ങൾ കഴിഞ്ഞെങ്കിലും ഇന്ന് തിരുവനന്തപുരത്ത് നിന്നുള്ള സൈബർ സംഘം, അത് ഇൻസ്പെക്ടറായ നൌഷാദിന്റെ നേതൃത്വത്തിലുള്ള സംഘമെത്തി വിശദമായ പരിശോധന വീട്ടിൽ നടത്താനാണ് അവർ ആദ്യം തീരുമാനിച്ചത്. ആ പരിശോധനയ്ക്ക് പിന്നാലെ തന്നെ TG മോഹൻദാസിനെ കസ്റ്റഡിയിലെടുത്തേക്കുമെന്ന സൂചനകളാണ് പുറത്തുവരുന്നത്. അങ്ങനെ കസ്റ്റഡിയിലെടുക്കുകയാണെങ്കിൽ നേരെ TG മോഹൻദാസിനെ തിരുവനന്തപുരത്തെ സൈബർ പോലീസ് സ്റ്റേഷനിലേക്കാണ് എത്തിക്കുക. കാരണം അത്രയേറെ രൂക്ഷമായ രീതിയിൽ, ഏറ്റവും മോശമായ രീതിയിലുള്ള പരാമർശങ്ങളാണ് TG മോഹൻദാസിന്റെ ഭാഗത്തുണ്ടായത്. സ്ത്രീകൾക്കെതിരെ അധിക്ഷേപം, അതിനൊപ്പം തന്നെ കലാപത്തിനുള്ള ആഹ്വാനം എന്ന നിലയിൽ തന്നെയാണ് അതിനെ പോലീസ് കണ്ടത്. അതുകൊണ്ടാണ് FIRൽ കലാപാഹ്വാനം കുറ്റം കൂടി ചുമത്തിയത്. സ്ത്രീകളെ ഏറ്റവും മോശമായ ഭാഷയിൽ അധിക്ഷേപിച്ച ഒരു TG മോഹൻദാസ് എന്ന യൂട്യൂബർ ഏറ്റവും മോശമായ രീതിയിൽ തീവ്രവാദ ആ തരത്തിലാണ് ആ പരാമർശങ്ങൾ നിരന്തരം ഉണ്ടാവുന്നത്. തീവ്രവാദ പ്രവർത്തനത്തിന് സമാനമായ രീതിയിൽ തന്നെ നിരന്തരം യൂട്യൂബിലൂടെ ഏതെങ്കിലും ഒരു മതത്തിനെതിരെയുള്ള പരാമർശങ്ങൾ TG മോഹൻദാസിന്റെ ഭാഗത്ത് ഉണ്ടാകാറുണ്ടായിരുന്നു. പക്ഷേ ഇതിനപ്പുറത്തേക്ക് ദില്ലിയിൽ സമരം ആളിക്കത്തുമ്പോൾ രാജ്യത്തെ ജനങ്ങൾ ഒന്നാകെ സമരത്തിനനുകൂലമായി നിലപാടെടുക്കുന്ന ഘട്ടത്തിലാണ് ഇങ്ങനെ തനിക്ക് അവിടെ നിയന്ത്രണം ലഭിച്ചിരുന്നെങ്കിൽ താൻ അവിടെ വെടിവെക്കാൻ ആഹ്വാനം ചെയ്യും, വെടിവെക്കാൻ നിർദ്ദേശം നൽകും. അങ്ങനെ അവിടെ വെടിയേറ്റ് മരിക്കുന്നവരെ ആ മൃതദേഹം കൂട്ടിയിട്ട് കൊണ്ടുപോകുന്നതും, അവിടെ പെൺകുട്ടികൾ സമരത്തിൽ പങ്കെടുക്കുന്നവർ അവർ ബലാത്സംഗം ആസ്വദിക്കാൻ വേണ്ടിയാണ് നിൽക്കുന്നത് എന്നടക്കമുള്ള ഏറ്റവും മോശമായ ഭാഷയിലാണ് അവിടെ TG മോഹൻദാസ് തന്റെ യൂട്യൂബ് ചാനലിലൂടെ പറഞ്ഞത്. അങ്ങനെ അത്തരമൊരു സംസാരം, അത്തരമുള്ള പരാമർശങ്ങൾ അത് കലാപത്തിനു വേണ്ടി വഴിയൊരുക്കും എന്ന് തന്നെയാണ് പോലീസ് കണ്ടെത്തിയത്. അതുകൊണ്ടാണ് പ്രാഥമിക പരിശോധന നടത്തി തൊട്ടുപിന്നാലെ തന്നെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ നിർദ്ദേശപ്രകാരം സൈബർ പോലീസ് കേസെടുത്തത്. സൈബർ ഓപ്പറേഷൻ IG പ്രകാശിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ്, മേൽനോട്ടത്തിലാണ് അന്വേഷണം നടക്കുന്നത്. തിരുവനന്തപുരത്തെ സിറ്റി സൈബർ പോലീസിന്റെ ഇൻസ്പെക്ടറായ നൌഷാദിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഈ കേസ് അന്വേഷിക്കുന്നത്. വലിയ സംഘം തന്നെയാണ് ഇപ്പോൾ അവിടെ പരിശോധന നടത്തുന്നത്. ആ സംഘം പരിശോധനയിൽ അവർ കമ്പ്യൂട്ടർ ഉൾപ്പെടെ പിടിച്ചെടുത്തേക്കുമെന്ന സൂചനകളാണ് പുറത്തുവരുന്നത്. കാരണം ആ ചിത്രീകരിച്ച ക്യാമറ, ആ ചിത്രീകരിച്ച ദൃശ്യങ്ങൾ സൂക്ഷിച്ച ഹാർഡ് ഡിസ്ക് ഉൾപ്പെടെയുള്ളത് കണ്ടെടുക്കേണ്ടതുണ്ട്. അതിന്റെ ശാസ്ത്രീയ പരിശോധന ഉൾപ്പെടെ നടത്തണം. TG മോഹൻദാസിനെ അറസ്റ്റ് ചെയ്യാൻ വൈകുന്നതിൽ വലിയ വിമർശനം ഇതിനോടകം തന്നെ ഉയർന്നിട്ടുണ്ട്. കാരണം കേസെടുത്ത് 11 ദിവസം പിന്നിടുമ്പോഴും എന്തുകൊണ്ട് TG മോഹൻദാസിനെ അറസ്റ്റ് ചെയ്യുന്നില്ല എന്ന ചോദ്യമാണ് പല കോണുകളിൽ നിന്നും ഉയർന്നത്. പ്രത്യേകിച്ച് ആയങ്കിയുടെ അറസ്റ്റിന് പിന്നാലെ തന്നെ സാമൂഹ്യ മാധ്യമത്തിൽ ഇത് സംബന്ധിച്ച വലിയ ആരോപണങ്ങളും വിമർശനങ്ങളും ഉയർന്നു കഴിഞ്ഞു. അതാണ് ഇന്ന് പൊടുന്നനെ തിരുവനന്തപുരം സൈബർ പോലീസ് സംഘം നേരെ പോയി അവിടെ കൊച്ചിയിൽ TG മോഹൻദാസിന്റെ വീട്ടിലേക്ക് എത്തി അവിടെ പരിശോധന തുടരുന്നത്. വൈകാതെ തന്നെ പരിശോധന പൂർത്തിയാക്കി TG മോഹൻദാസിനെ കസ്റ്റഡിയിൽ എടുക്കുമെന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. യെസ്, റോഷിപാലാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. 3 വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത്. ഒന്ന് BNSലെ 192, ഒപ്പം 351 വകുപ്പുകൾ പ്രകാരം ക്രിമിനൽ ഇന്റിമിഡേഷനോട് കൂടി തെറ്റായ കാര്യങ്ങളും സ്റ്റേറ്റ്മെന്റുകളും നടത്തുക എന്നുള്ളതാണ്. മറ്റൊന്ന് ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് 2000 സെക്ഷൻ 66 എന്നുള്ളതാണ്. കമ്പ്യൂട്ടർ റിലേറ്റഡ് ഒഫൻസ് ഉണ്ടാവുക എന്നുള്ളതാണ്. 3 വർഷം വരെ തടവും 5 ലക്ഷം രൂപ പിഴയും ഉണ്ടാകാവുന്ന വകുപ്പാണ് ഇത്. കേരള പോലീസ് ആക്ട് 2011 സെക്ഷൻ 120O പ്രകാരവും ആണ് കേസെടുത്തിരിക്കുന്നത് എന്നുള്ളതാണ്. മറ്റുള്ളവരുടെ ലൈഫിൽ തുടർച്ചയായി ന്യൂസൻസ് ഉണ്ടാക്കുക എന്നുള്ളതാണ് ഈ വകുപ്പ് പ്രകാരം ഉള്ള കുറ്റമെന്ന് പറയുന്നത്. ഇതിൽ രണ്ടാമത്തേത് ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് ആണ്. 3 വർഷം തടവ് ശിക്ഷയും 5 ലക്ഷം രൂപ പിഴയും അടക്കമുള്ള വകുപ്പുകൾ ഉൾപ്പെടുന്നത്. അപ്പോൾ സ്വാഭാവികമായും TG മോഹൻദാസിനെ അറസ്റ്റ് ചെയ്ത് നടപടിയെടുക്കാനാണ് ഉദ്ദേശമെങ്കിൽ അത്യാവശ്യം നല്ലൊരു പൂട്ടാണ് അദ്ദേഹം സ്വന്തമായി മേടിച്ചു വെച്ചിരിക്കുന്നത് എന്നത് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ലേബി സജിന്ദൻ കൂടി വിവരങ്ങളുമായി ചേരുകയാണ്. ലേബി, ദീർഘനേരമായി പോലീസ് TG മോഹൻദാസിന്റെ വീടിനുള്ളിലേക്ക് എത്തിയിരിക്കുന്നത്. 5 മണിക്ക് എത്തിയാണ്, 5:30 ആയിരിക്കുന്നു. നമ്മൾ ഏറ്റവും കൂടുതൽ ആകാംക്ഷയോടെ നോക്കിക്കാണുന്നത് എന്താണ് പോലീസിന്റെ തുടർ നടപടി എന്നതാണ്.
മധു, തീർച്ചയായും അറസ്റ്റ് ഉണ്ടാകും എന്നുള്ള സൂചന തന്നെയാണ് ഈ ഘട്ടത്തിൽ ലഭിക്കുന്നത്. അതുതന്നെയാണ് എല്ലാവരും ഉദ്യോഗത്തോടുകൂടി നോക്കുന്നതും. സ്വാഭാവികമായും ടി ജി മോഹൻദാസിന്റെ അറസ്റ്റ് വൈകുന്നു എന്നത് വലിയ രീതിയിലുള്ള വിമർശനം കേരളം ഒട്ടാകെ ക്ഷണിച്ചു വരുത്തിയിരുന്നു. അതേ തുടർന്നാണ് ഇപ്പോൾ അറസ്റ്റിലേക്ക് കാര്യങ്ങൾ പോകുന്ന ഒരു ഘട്ടം വരെ എത്തിയിരിക്കുന്നത്.